76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. രാജ്യത്തിന്റെ കെട്ടുറപ്പ് തകരാതെ കാക്കുന്ന ഭരണഘടന കൂടി ഓർമ്മിക്കപ്പെടേണ്ട ദിവസമാണിത്. രാജ്യത്തിന്റെ പരമോന്നത ഗ്രന്ഥമായ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് രാജ്യം റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത്. ഭരണഘടന നിലവിൽ വന്ന ദിവസമാണിത് എന്ന് പറയുമ്പോൾ ഭരണഘടനയുടെ കരട് അസംബ്ലി അംഗീകരിക്കുന്നത് 1949 നവംബർ 26-നാണ്. നമ്മൾ ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നതും നവംബർ 26-ആണ്. എന്നാൽ ഈ ഭരണഘടന പ്രാബല്യത്തിൽ വരുന്നത് 1950 ജനുവരി 26-നാണ്. നേരത്തെ അംഗീകരിക്കപ്പെട്ട ഭരണഘടന പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ എന്തിന് തൊട്ടടുത്ത വർഷം ജനുവരി 26 വരെ കാത്തിരുന്നു എന്നതാണ് ഉയരാൻ സാധ്യതയുള്ള ഒരു സംശയം. ബ്രിട്ടീഷുകാരിൽ നിന്നും പൂർണ്ണമായ സ്വാതന്ത്ര്യം എന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ചവരിൽ ഒരാൾ നെഹ്റുവാണ്. കോൺഗ്രസ് ബ്രിട്ടനുമായുള്ള എല്ലാ സഖ്യങ്ങളും അവസാനിപ്പിക്കണമെന്ന് നെഹ്റു ആവശ്യപ്പെട്ടു. 1927 പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ആശയം നെഹ്റു മുന്നോട്ട് വെച്ചെങ്കിലും ഗാന്ധിയുടെ എതിർപ്പ് മൂലം അദ്ദേഹം പിന്നീട് അത് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ 1928 ഗാന്ധി നെഹ്റുവിന്റെ ആവശ്യങ്ങളോട് അനുകൂലമാവുകയും ബ്രിട്ടനോട് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രമേയം പാസാക്കുകയും ചെയ്തിരുന്നു. ഈ അധികാര കൈമാറ്റത്തിന് നൽകിയിരുന്ന 2 വർഷ കാലാവധിയിൽ നെഹ്റു തൃപ്തനായിരുന്നില്ല. ഉടനടിയുള്ള ഒരു മാറ്റമാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. നെഹ്റുവിന്റെ സമ്മർദ്ദങ്ങളുടെ ഫലമായി ബ്രിട്ടന് കൊടുത്തിരുന്ന 2 കൊല്ലക്കാലം എന്ന കാലാവധി 1 കൊല്ലമായി ചുരുക്കാൻ ഗാന്ധി നിർബന്ധിതനായി. ഈ പ്രമേയം ബ്രിട്ടീഷ് സർക്കാർ തള്ളി. പിന്നാലെ ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രമേയം നെഹ്റുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാസാക്കി. 1929 പുതുവത്സര തലേന്ന് നെഹ്റു ലാഹോറിലെ രവി നദിക്കരയിൽ ത്രിവർണ പതാക ഉയർത്തി. അവിടെ കൂടിയിരുന്നവരെല്ലാം തന്നെ നെഹ്റുവിന്റെ ആവശ്യത്തോട് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കാൻ കോൺഗ്രസ് ആഹ്വാനം ചെയ്തു. കൂടാതെ അന്നേ ദിവസം പൊതുവിടങ്ങളിലും മറ്റും ത്രിവർണ പതാക ഉയർത്താനും ജനങ്ങളോട് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു. നിയമപരമായി പ്രാബല്യത്തിൽ വരുത്താൻ തിരഞ്ഞെടുത്ത ദിവസത്തിന് മറ്റൊരു ചരിത്ര പ്രാധാന്യം കൂടിയുണ്ട്. 1930 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തോടെ പൂർണ്ണ സ്വരാജ് എന്ന പേരിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ ദിവസമാണ് ജനുവരി 26 എന്നതുകൊണ്ടാണ് റിപ്പബ്ലിക് ദിനമായി ആ ദിവസം തെരഞ്ഞെടുക്കപ്പെട്ടത്. ബ്രിട്ടീഷുകാർ വച്ചു നീട്ടിയ അർദ്ധ സ്വാതന്ത്ര്യത്തിന് എതിരെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പ്രഖ്യാപിച്ചത്. ജനുവരി 26 ഇന്ത്യയൊട്ടാകെ പൂർണ്ണ സ്വരാജ് ദിനമായി ആചരിക്കാനും തീരുമാനിച്ചു. ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ രാജ്യവ്യാപകമായി ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിനുള്ള വിത്തുപാകി എന്നുള്ളതാണ് ഈ പ്രമേയത്തിന്റെ ചരിത്ര പ്രാധാന്യം. സ്വതന്ത്ര ഭാരതത്തെ അതിന്റെ പൂർണ്ണതയിൽ നമ്മൾ അവതരിപ്പിച്ച ദിവസത്തെ കൂടിയാണ് റിപ്പബ്ലിക് ദിനം ഓർമ്മപ്പെടുത്തുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറിയെങ്കിലും 1950 ജനുവരി 26 ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് അത് സ്വയം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് രാഷ്ട്രമായി പ്രഖ്യാപിച്ചു. 1947 മുതൽ 1950 വരെയുള്ള കൈമാറ്റ കാലയളവിൽ ജോർജ് നാലാമനായിരുന്നു ഇന്ത്യയുടെ ഭരണത്തലവൻ. ആ കാലഘട്ടത്തിലെ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി ആയിരുന്നു. 1950 ജനുവരി 26 രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. സ്വാതന്ത്ര്യം നേടുമ്പോൾ 562 നാട്ടുരാജ്യങ്ങൾ ചേർന്നതായിരുന്നു ഇന്ത്യ മഹാരാജ്യം. ഇന്ത്യയും പാകിസ്ഥാനും 2 രാജ്യങ്ങളായപ്പോൾ പലയിടത്തും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളും രാജ്യത്തിനുണ്ടായി. പുതുപുത്തൻ രാഷ്ട്രീയ ആദർശങ്ങളും ഭരണ സിദ്ധാന്തങ്ങളും അനുസരിച്ച് ഐക്യഭാരതത്തിന് ഏറ്റവും അനുയോജ്യമായി ഭരണഘടന രൂപപ്പെടുത്തേണ്ടത് അത്യാവശ്യമായി തീർന്നു. അങ്ങനെ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ചെയർമാനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടന തയ്യാറാക്കിയത്. ഇതിനായി 1947 ഓഗസ്റ്റ് 29 ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷനായി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. അംബേദ്കർ ഇന്ത്യക്ക് വേണ്ടി കരട് ഭരണഘടന തയ്യാറാക്കി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി, BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, BL മിത്തർ, ഒപ്പം DP ഖേതാൻ. ബ്രിട്ടീഷുകാരുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ പിൻവലിച്ച് 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന രാജ്യമെമ്പാടും നിലവിൽ വന്നു.
ധാരാളം ചരിത്ര പ്രാധാന്യമുള്ള ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന. കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയും. അതിന്റെ പ്രസിദ്ധി എന്നെന്നും നിലനിൽക്കട്ടെ.